വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13. 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വേദനകളുടെ ആരംഭം. അനന്തരം അവൻ ഒലീവ് മലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും. അവർ അനേകരെ വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും. അവയെപ്പറ്റി കിംവദന്തികളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുൻപാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ലോകാവസാനം ക്രിസ്തു ദർശനത്തിൽ. യേശുവിന്റെ കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ലോകാവസാനത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളായിരുന്നു. അത് പ്രബലമായ അഭിപ്രായം ലോകാവസാനം ഉടനെ തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിലും ഈ അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനത്തിലുള്ള പല ധാരണാപിശകുകളും നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ശിഷ്യന്മാർ തങ്ങളുടെ സംശയങ്ങളും ധാരണാപിശകുകളും തീർക്കുന്നതിന് വേണ്ടി ശരിയായ മാർഗം തന്നെ ഉപയോഗിച്ചു കാണുന്നു എന്നുള്ളതിൽ ശുഭാതോർക്കമായിട്ട് തോന്നുന്നു. ശിഷ്യന്മാർ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി യേശുവിനെ തന്നെ സമീപിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. യേശു ഒരവസരത്തിൽ ഒലീവ് മലയുടെ മുകളിലേക്ക് പോവുകയുണ്ടായി. അവിടെ നിന്ന് നോക്കുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ജെറൂസലം ദേവാലയം വളരെ വ്യക്തമായിട്ട് കാണാനാകും. ജെറൂസലം ദേവാലയത്തെ നോക്കിക്കൊണ്ട് ചിന്താമഗ്നായി യേശു ഒലീവ് മലയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ ശിഷ്യന്മാർ വളരെ അനുനയത്തോടുകൂടെ യേശുവിനെ സമീപിച്ച് തങ്ങളുടെ ഈ സംശയത്തിന്റെ ദൂരീകരണം എന്ന രീതിയിൽ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഗുരു, എന്നാണ് ഈ ലോകാവസാനം നടക്കുക? അതിന്റെ സൂചനകളൊക്കെ എന്താ? ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ചുരുക്കത്തിൽ ഇതായിരുന്നു അവരുടെ സംശയം. യേശു അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന നിലയിൽ വാത്സല്യത്തോടുകൂടെ അവർ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഇതിവൃത്തം. യേശു പറയുന്നു, ലോകാവസാനം എന്ന് നടക്കുമെന്ന് ഇനിയും വെളിപ്പെടുത്തപ്പെടാത്ത സത്യമാണ്. പക്ഷേ ഈ ലോകത്തിന് ഒരവസാനമുണ്ട് എന്നുള്ളതും സത്യമായിട്ട് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു.
എന്ന് നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളത് വെളിപ്പെടുത്തപ്പെടാതെ ഇരിക്കുന്നൊരു സത്യവും. എന്നാൽ ലോകത്തിൽ നടക്കുന്ന ദുരന്തങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ യുദ്ധങ്ങളോ കലാപങ്ങളോ അസുഖങ്ങളോ ആപത്തുകളോ ഇങ്ങനെയുണ്ടാകുന്ന ദുരന്തങ്ങളും ആപത്തുകളും ലോകാവസാനത്തിന്റെ ലക്ഷണമായിട്ട് കരുതേണ്ടതില്ല. അതൊക്കെ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസം എന്ന നിലയിലാണ് നിങ്ങൾ അവയെ വീക്ഷിക്കേണ്ടത്. അങ്ങനെ വീക്ഷിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ചില പാഠങ്ങൾ പഠിക്കുവാനുള്ള ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ അതോടുകൂടി തന്നെ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കടമകള് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ട് ഉത്തരവാദിത്വവും കടമകളുടെയും നിർവഹണത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ പരിശ്രമിക്കുക, അതിനുവേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും കടമകൾക്കും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ദൈവത്തിന്റെ രൂപി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതെന്റെ തന്നെ രൂപിയാണ്. ഈ അരൂപിയുടെ പ്രചോദനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുക, അതിൽ ജാഗരൂകരാകുക എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നും മറ്റും പറഞ്ഞ് യേശു അവരെ ധൈര്യപ്പെടുത്തുകയും അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് വേണം വിചാരിക്കാൻ. ഇതിൽ നിന്ന് നാമും ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, ഇന്നും ലോകത്തിൽ ചില വ്യക്തികൾ ലോകാവസാനം പ്രവചിക്കുകയും അത് നിർണയിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളെ നമ്മുടെ ഇടയിലും ചുറ്റിലുമൊക്കെ കാണാം. ഇവരുടെ അബദ്ധത്തിൽ നിന്ന് ഒക്കെ നാം പിന്തിരിഞ്ഞ് യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ കാഴ്ചപ്പാട് ശിഷ്യന്മാർക്കായി പകർന്നു കൊടുത്തുള്ളത് ഗ്രഹിച്ചുകൊണ്ട് നാം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടത്.